കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രോഗിയെ അവഗണിച്ചെന്ന് പരാതി. പക്ഷാഘാതം വന്ന രോഗിയും കുടുംബവും പരിശോധനയ്ക്കായി ആശുപത്രിയിലെത്തിയപ്പോൾ ഡോക്ടർ അവധിയിലാണെന്ന മറുപടിയാണ് ലഭിച്ചത്. പകരം ഒപിയിലെ ഡോക്ടർ അവഹേളിച്ച് ഇറക്കിവിട്ടെന്നാണ് കുടുംബത്തിന്റെ പരാതി. കാവനാട് സ്വദേശി സിബിമോനും കുടുംബത്തിനുമാണ് ദുരനുഭവം. കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം പോകാം. അങ്ങനെ അവിടെ ബിജി എസ് ആനന്ദ് എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു നമ്മൾ അറിയത്. മെയിൻ ഡോക്ടർ തന്നെയാണ്. ചുറ്റിനും ഒരുപാട് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ഡോക്ടറെ തന്നെ കണ്ടു കയറി. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു പേഷ്യൻസ് ചെന്ന് പോയ ഒരു ജലദോഷമായിട്ട് ചെന്നാൽ പോലും നമ്മൾ ദൈവത്തെ പോലെയാണ് ഡോക്ടേഴ്സിനെ കാണേണ്ടുന്നത്. ആ ഡോക്ടർ നമ്മൾ പറയുന്ന ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻ്റാണ് മുന്നിലിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും ആ OP ടിക്കറ്റ് ഒന്ന് നോക്കാൻ പോലും ഡോക്ടർ കൂട്ടായില്ല. കാണിച്ച പേപ്പേഴ്സ് ഒന്ന് നോക്കാം. ഞാൻ കാല് പിടിച്ച് തൊഴുത് പറയുന്നതിന് തുല്യമായിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ തൊഴുത് തന്നെ കാണണമെന്ന ദൈവത്തിന് തുല്യമായിട്ട്. പക്ഷേ അദ്ദേഹം അതൊന്ന് കാണാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനോ കൂട്ടാക്കിയില്ല. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ രോഗിക്ക് മരുന്ന് ലഭ്യമാക്കാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. പരാതിയിൽ നടപടി ഉണ്ടാകുമെന്ന് ആശുപത്രി സൂപ്രണ്ടും പറയുന്നു. വിവരങ്ങളുമായി M മനോജ് ചേരുകയാണ്. മനോജ്, അങ്ങനെ നമ്മുടെ ജനത്തിന്റെ ഒരു ഇടപെടലിൽ ആ കുടുംബത്തിന് ഒരു നീതി ലഭ്യമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലിമ, താൽക്കാലികമായി ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതായത് സാധാരണക്കാരാണ് ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ ഇത്തരത്തിൽ ചികിത്സ തേടി കൂടുതലായും എത്തുന്നത്. അവരെ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും കാവനാട് സ്വദേശിയായിട്ടുള്ള ഈ സിബിമോനും കുടുംബവും ആശുപത്രിയിലേക്ക് എത്തുന്നത് ഈ തൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. മാസാമാസമുള്ള ചെക്കപ്പ്, അത് കഴിഞ്ഞ് മരുന്ന് വാങ്ങിയാണ് ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്നത്. അപ്പോൾ ഇന്ന് എത്തിയപ്പോൾ ഈ ന്യൂറോ മെഡിസിൻ ഡോക്ടർ ലീവാണെന്ന് പറയുന്നു. ലീവാണെന്ന് പറയുമ്പോൾ 1-2 ദിവസമല്ല, 1 മാസം ലീവാണ്. പക്ഷേ പകരം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു സംവിധാനവുമില്ല. അപ്പോൾ ജനറൽ OPയിൽ കാണിക്കാൻ പറയുന്നു. നേരെ ജനറൽ OPയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് മറ്റൊരാൾ ലീവാണെങ്കിൽ എനിക്കത് നോക്കാൻ പറ്റില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചല്ല ഞാനിവിടെ ഇരിക്കുന്നതെന്നുള്ള രീതിക്കാണ് പ്രതികരണം. അവരെ അവിടെ നിന്നും അവഹേളിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ടു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അങ്ങനെ കുടുംബം പരാതിയുമായി നിൽക്കുമ്പോൾ സൂപ്രണ്ടിനെ കാണാൻ ചെല്ലുമ്പോൾ ആദ്യം സൂപ്രണ്ട് മീറ്റിങ്ങിലാണെന്ന് പറയുന്നു. പിന്നാലെയാണ് ഞങ്ങൾ ഇവരുടെ പ്രതികരണവുമായി ഈ വാർത്ത പുറത്തുവിടുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് സൂപ്രണ്ടിനെ നേരിട്ട് കാണാൻ ഇവർക്ക് സാധിച്ചു. അതിനുശേഷം ഈ പരാതി നൽകുവാനും സാധിച്ചിട്ടുണ്ട്. താൽക്കാലികമായി OPയിൽ നിന്നും ഇവർക്ക് വേണ്ട മരുന്ന് അത് ഫാർമസിയിൽ നിന്ന് ലഭിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഡോക്ടർമാരില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. എന്തായാലും ഈ പരാതിയിൽ നടപടിയെടുക്കാമെന്ന് സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു വിഭാഗത്തിൽ ഡോക്ടർ ഇല്ല എങ്കിൽ അവിടെ പകരം ഒരു സംവിധാനമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്. കാരണം ന്യൂറോ മെഡിസിൻ ഡോക്ടർ ഇല്ല എങ്കിൽ ഇവർ ആരെയാണ് കാണേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജനറൽ OPയിലേക്ക് പറഞ്ഞു വിടുന്നു. പക്ഷേ അവിടെയുള്ള ഡോക്ടർക്ക് അത് നോക്കാൻ സൗകര്യമില്ല. അപ്പോൾ കൂടുതലായും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അത് നമുക്കിന്ന് ഇവരിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരി മനോജ്.